പ്രതികരണം CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഒരു ഭാഗത്ത് തട്ടിപ്പുകൾ തടയാമെന്ന് പറയുമ്പോൾ പോലും നേരിട്ട് കിട്ടിയിരുന്ന ഒരു സേവനം അത് നഷ്ടമാകുന്നതിന്റെ ബുദ്ധിമുട്ടും ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. അഭിലാഷ്, ഇതിൽ പ്രായോഗിക വശം തന്നെയാണ് ആളുകൾ കൂടുതലായിട്ട് പങ്കുവെക്കുന്നത്. ഇതുവരെ അവരുടെ വീട്ടിലെത്തിയിരുന്ന ആ ഒരു സഹായം അതിന് ബാങ്കിൽ പോയി ക്യൂ നിന്ന് നേടേണ്ട ഒരു സാഹചര്യം എന്നതാണ് ഇതിൽ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടായി പലരും പങ്കുവെക്കുന്നത്. അതും അല്പം പ്രായമായവരും ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണ് ഈ ഒരു പ്രശ്നം പറയുന്നത്. കിടപ്പ് രോഗികൾക്കൊരു പക്ഷേ സർക്കാർ വീട്ടിലെത്തിക്കാനുള്ള ഒരു ഇളവ് നൽകും ഈ സംവിധാനത്തിൽ എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും സാധാരണ കിടപ്പ് രോഗികളല്ലാത്ത ഉള്ള ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പക്ഷേ ഇത് വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കിയേക്കും. നിലവിൽ ബാങ്കിൽ സ്വീകരിക്കുന്നവർക്ക് പണം കിട്ടുന്നു എന്ന് പറയുന്നതോളും പ്രായോഗികമായിട്ട് ഇതുവരെ കയ്യിൽ കിട്ടിയിരുന്ന ഒരു കാശ് ഇനി ബാങ്കിൽ പോയി വരി നിന്ന് വാങ്ങേണ്ടി വരുന്നതിൻ്റെ ഒരു പ്രശ്നം പലരും പങ്കുവെച്ചു. രണ്ടാമതായിട്ട് വയസ്സായ ആളുകളൊക്കെ ഈ മൊബൈൽ ഫോണിൽ അത്ര അഗ്രഗണ്യരായുള്ളവരല്ല. ഒരുപക്ഷെ മൊബൈൽ ഫോൺ പോലും അവർക്ക് ഉണ്ടാകണമെന്നില്ല. അത്തരം ആളുകളൊക്കെ ഈ ബാങ്കിൻ്റെ അറിയിപ്പുകളും അതേപോലെ മറ്റ് നിർദ്ദേശങ്ങളൊക്കെ ഇനി എങ്ങനെ സ്വീകരിക്കും, അതിന് മറ്റ് സംവിധാനങ്ങൾ തേടേണ്ടി വരുമോ എന്ന ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാർ ഇതിലൊരു സുതാര്യത ഉറപ്പുവരുത്തുവാനും പല തരത്തിലുള്ള ഇടപെടൽ ഒഴിവാക്കുവാനും ഒക്കെയാണ് ഈ ഒരു നീക്കം നടത്തുന്നതെങ്കിലും ഈ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഇതുവരെ അവർ നേടിയിരുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഒരു പ്രായോഗികമായ സൗകര്യം അത് നഷ്ടമാവുന്നതിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് മിക്കവാറും പങ്കുവച്ചിട്ടുള്ളത്. ഇടതുപക്ഷമാകട്ടെ ഇതിന് ഈ ഒരു ആളുകളുടെ പ്രശ്നം മുൻനിർത്തി ഇതിനെതിരെ ഒരു വിമർശനമാണ് ഉയർത്താനും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സഹകരണ സംഘങ്ങൾ വഴിയുള്ള ഈ ഒരു ഇടപാടുകളൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനത്തിന് വശംവദരാക്കപ്പെടുന്നു എന്ന ആരോപണം മുൻപേ ഉയർന്നിട്ടുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള അത്തരം ആരോപണങ്ങൾക്കും അത്തരം ഇടപെടലുകൾക്കൊക്കെ ഒരു അവസാനം വരുത്താൻ കഴിയുമെങ്കിലും ഇതിനപ്പുറത്തുള്ള ചില പ്രശ്നങ്ങൾ, ഈ പ്രായോഗിക പ്രശ്നങ്ങൾ മുൻനിർത്തി ഇതിനെതിരെയുള്ള വിമർശനമാകും ഇടതുപക്ഷം ഉന്നയിക്കുക. രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടുന്നതിനപ്പുറം ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്ന കാര്യം മുൻനിർത്തിയായിരിക്കും അവർ ഇതിനെ വിമർശിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്നാണെങ്കിലും സമ്മിശ്ര പ്രതികരണമാണ് ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരം ഈ ഒരു നീക്കത്തോടെ ഉണ്ടായിരിക്കുന്നത്. പ്രായോഗികമായ പ്രശ്നങ്ങൾ തന്നെയാണ് മിക്കവരും ഇതിനെതിരെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ തീരുമാനം ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. CV അനുമോദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ശ്രീ അമരവിള രാമകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം സീനിയർ സിറ്റിസൺ വെൽഫെയറിന്റെ പ്രതിനിധിയാണ്, അതോടൊപ്പം തന്നെ വയോജന കമ്മീഷൻ അംഗവുമാണ്. ശ്രീ അമരവിള രാമകൃഷ്ണൻ, ഇവിടെ വലിയ തട്ടിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഏജന്റിന് പണം നൽകേണ്ടുന്ന സാഹചര്യമുണ്ട്. തിരിച്ചടവ് ഈ സഹകരണ സംഘങ്ങൾ വൈകിപ്പിക്കുന്നു എന്ന കാരണമുണ്ട്. ഇതൊക്കെ മുൻനിർത്തിയാണ് പെൻഷൻ കമ്പനി സർക്കാരിനോട് ഡയറക്റ്റ് ബാങ്കിലേക്ക് ഈ സേവനം നൽകുക എന്നാവശ്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.